ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 7 ഷോർട്ട് ഹാൻഡ് മാത്ത് പേജ് നമ്പർ 101, 102 പാർട്ട് 4. ട്രൈ ടു ഡു ദീസ് മെൻ്റലി. താഴെ പറയുന്ന കണക്കുകൾ മനക്കണക്കായി ചെയ്യുക. ഫസ്റ്റ് 135 മൈനസ് 73 പ്ലസ് 23. ഇതെങ്ങനെ ചെയ്യും? 135 മൈനസ് എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 73 മൈനസ് 23, അതായത് ക്വസ്റ്റ്യനിലുള്ള -73 ബ്രാക്കറ്റിനുള്ളിൽ +73യും +23 ബ്രാക്കറ്റിനുള്ളിൽ -23 ആയിട്ടും എഴുതണം. ഇനി 135 മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള 73 മൈനസ് 23 എത്രയാണ്? 50. 135 മൈനസ് 50 85. സെക്കൻഡ് വൺ 38 മൈനസ് 8.5 പ്ലസ് ഹാഫ് ഈക്വൽ. ഇതെങ്ങനെയാണ് എഴുതുന്നത്? 38 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 8.5 മൈനസ് ഹാഫും, അതായത് ക്വസ്റ്റ്യനിലുള്ള -8.5 ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ +8.5 ആയിട്ടും ക്വസ്റ്റ്യനിലുള്ള +1/2 ബ്രാക്കറ്റിനുള്ളിൽ -1/2 ആയിട്ടും എഴുതണം. ഇനി 38 മൈനസ് 8.5 നിന്നും 1.5 ഹാഫ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? അതായത് 8.5 നിന്നും അര കുറയ്ക്കുമ്പോൾ 8 അല്ലേ? 8 ആണ് ആൻസർ. അപ്പോൾ 38 മൈനസ് 8 ഈക്വൽ 30. തേർഡ് വൺ 19 മൈനസ് 6.5 പ്ലസ് 2.5 ഈക്വൽ 19 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 6.5 മൈനസ് 2.5. ഇനി 19 മൈനസ് 6.5 മൈനസ് 2.5 എത്രയാണ്? 4. 19 മൈനസ് 4 15. ഫോർത്ത് പ്രോബ്ലം 135 മൈനസ് 35 മൈനസ് 18. ഇതെങ്ങനെ എഴുതുന്നത്? 135 മൈനസ് 35 നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം. ബ്രാക്കറ്റിനുള്ളിലുള്ള -18 ബ്രാക്കറ്റിന് പുറത്ത് പോകുമ്പോൾ +18 ആകും. അപ്പോൾ അങ്ങനെ എഴുതണം, +18. ഇനി 135 മൈനസ് 35 എത്രയാണ്? 100 പ്ലസ് 18 ഈക്വൽ 118. ഫിഫ്ത്ത് വൺ 240 മൈനസ് 40 മൈനസ് 13 ഈക്വൽ 240 മൈനസ് 40 നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള -13 പുറത്ത് വരുമ്പോൾ +13 ആയിട്ട് എഴുതണം. ഇനി 240 മൈനസ് 40 എത്രയാണ്? 200 പ്ലസ് 13 ഈക്വൽ 213. ഡു ദി ഫോളോയിങ് പ്രോബ്ലംസ് മെൻ്റലി. താഴെ തന്നിരിക്കുന്നവ മനക്കണക്കായി ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 103 × 15 ഈക്വൽ. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 103 100 പ്ലസ് 3 എന്നെഴുതാം. അത് ബ്രാക്കറ്റിൽ എഴുതുക ഇൻറ്റു 15. ഇനി ഈ 15 കൊണ്ട് ബ്രാക്കറ്റിലുള്ള 100നെയും 3യെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഒരു ബ്രാക്കറ്റിൽ 100 × 15 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ആ ബ്രാക്കറ്റിൽ പ്ലസ് ആണല്ലോ സൈൻ തന്നിട്ടുള്ളത്, അത് എഴുതുക. അത് ബ്രാക്കറ്റിന് വെളിയിൽ എഴുതണം. അടുത്ത ബ്രാക്കറ്റിൽ 3 × 15. 100 × 15 എത്രയാണ്? 1500 പ്ലസ് 3 × 15 45. 1500 പ്ലസ് 45 എത്ര കിട്ടി? 1545. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 98 × 25. അപ്പോൾ ഇവിടെ 98നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് 100 മൈനസ് 2 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 100 മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിൽ 25. ഇനി ഈ 25 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 100നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം? 100 × 25 മൈനസ് 2 × 25. ഈ മൈനസ് ഏതാണ്? ആദ്യം നമ്മൾ എഴുതി 98നെ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 100 മൈനസ് 2 എന്നല്ലേ? ആ മൈനസാണ് ഇവിടെ നടുവിൽ എഴുതിയിട്ടുള്ളത്. ഇനി 100 × 25 എത്രയാണ്? 2500 മൈനസ് 2 × 25 എത്രയാണ്? 50. 2500 മൈനസ് 50 ആൻസർ 2450. തേർഡ് വൺ 63 × 12 പ്ലസ് 37 × 12. ഇവിടെ നോക്കൂ, 12 രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? ബ്രാക്കറ്റിൽ 63 പ്ലസ്
37. ഇവിടെ പ്ലസ് ആണല്ലോ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആ പ്ലസ് ആണ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതേണ്ടത്. 63 പ്ലസ് 37 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇൻറ്റു രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 12 ആണ്. ആ 12 വെളിയിൽ എഴുതാം. ഇനി 63യും 37ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100. 100 ഇൻറ്റു 12 ആൻസർ 1200. ഫോർത്ത് ക്വസ്റ്റ്യൻ 65 ഇൻറ്റു 11 മൈനസ് 55 ഇൻറ്റു 11. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ മൈനസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ രണ്ട് ബ്രാക്കറ്റിലും കോമൺ ആയിട്ട് 11 ഉണ്ട്. അപ്പോൾ ഒരു 11 നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 65 മൈനസ് 55 അത് ബ്രാക്കറ്റിലാക്കുക, ഇൻറ്റു ഈ 11 വെളിയിൽ എഴുതണം. ഒന്ന് എഴുതിയാൽ മതി, ഒരു 11. 65 മൈനസ് 55 എത്രയാണ്? 10. 10 ഇൻറ്റു 11 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 110 കിട്ടും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 15 ഇൻറ്റു 3/4 പ്ലസ് 5 ഇൻറ്റു 3/4. ഇവിടെ രണ്ടും കോമൺ ആയിട്ട് 3/4 വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലസ് ആണ് സൈൻ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് ബ്രാക്കറ്റിലുള്ള ഹോൾ നമ്പർ എടുക്കാം. 15 പ്ലസ് 5 അത് നമുക്കൊരു ബ്രാക്കറ്റിൽ എഴുതുക, ഇൻറ്റു 3/4 രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് എഴുതിയാൽ മതി. 3/4 വെളിയിൽ എഴുതണം. ഇനി 15 പ്ലസ് 5 എത്രയാണ്? 20. 20 ഇൻറ്റു 3/4. ഇതിൽ 20യും താഴെയുള്ള 4ഉം വെട്ടിപ്പോകും അല്ലേ. 1 4 is 4, 5 4s are 20. അപ്പോൾ മുകളിൽ ഇതൊക്കെ നമ്പേഴ്സ് വരും, 5ഉം 3ഉം. 5 ഇൻറ്റു 3 എത്രയാണ്? 15. സിക്സ്ത് വൺ 5 1/2 ഇൻറ്റു 23 മൈനസ് 4 1/2 ഇൻറ്റു 23. ഇവിടെ മൈനസ് ആണ് സൈൻ തന്നിട്ടുള്ളത്. പിന്നെ 23 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 23 നമുക്ക് എടുത്താൽ മതി. 5 1/2 മൈനസ് 4 1/2 അത് ബ്രാക്കറ്റിൽ എഴുതണം, ഇൻറ്റു 23. അപ്പോൾ 5 1/2 നിന്നും 4 1/2 മൈനസ് ചെയ്യുമ്പോൾ എത്ര എഴുതും? 5/2 നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1 അല്ലേ. 1 ആണ് ആൻസർ. 1 ഇൻറ്റു 23 ആൻസർ 23. ഓക്കെ.